ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യത്തിൽ എൻ്റെ മനസ്സ് തകർന്നു പോയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മോൻ്റെ ഒരു ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ എൻ്റെ മോൻ പറയണം, അച്ഛാ നമുക്ക് അനാഥാശ്രമത്തിൽ പോയി അത് ആഘോഷിക്കാം, അവിടെ ഉള്ള കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരവും ഒരു നല്ലൊരു ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് അവിടെ പോയി കേക്ക് കട്ട് ചെയ്യാം എന്ന് എൻ്റെ മോൻ പറയണം. പക്ഷേ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ അനുകരിക്കില്ല. കാരണം നമ്മൾ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. ഒരു ആശ്രമത്തിൽ പോയി, ഒരു അനാഥാശ്രമത്തിൽ പോയി ആ കുട്ടികളോടൊപ്പം ആ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ പിഞ്ചു മക്കൾ വിചാരിക്കും, ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാതെ പോയല്ലോ, ഞങ്ങളും ഇങ്ങനെ ഇല്ലേ, ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് ആരുമില്ലല്ലോ, ഈ അനാഥാശ്രമത്തിലെ സിസ്റ്ററും മദറും മാത്രമില്ലേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളുടെ അച്ഛനും അമ്മയും അവരല്ലേ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അച്ഛനും അമ്മയും ഇല്ലല്ലോ എന്നാൽ പിഞ്ചു മക്കൾ ചിന്തിച്ചു പോകും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ അവിടെ ആ ആശ്രമത്തിൽ മേൽനോട്ടം വഹിക്കുന്ന അവരുടെ കയ്യിൽ കൊടുക്കുക, എന്തെങ്കിലും നല്ലൊരു തുണിയോ ആഹാരത്തിനുള്ള ഫണ്ടോ അവരെ ഏൽപ്പിക്കുക. നമ്മളെല്ലാവരും ഫാമിലിയായിട്ട് അവിടെ പോയി ഒരു കേക്ക് കട്ട് ചെയ്യുന്നതും ആഘോഷിക്കുന്നതും ആ പിഞ്ചു മക്കളുടെ മനസ്സിൽ ഒരുപാട് സങ്കടം വരും. കാരണം ഞങ്ങൾക്ക് ആരുമില്ലല്ലോ, അച്ഛനോ അമ്മയും ഇതേപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ആഘോഷിക്കത്തില്ലേ എന്നാൽ പിഞ്ചു മക്കൾ ചിന്തിച്ചു പോകും. ഒരിക്കലും ആരും ഇങ്ങനെ അനുകരിക്കില്ലേ. കാരണം നിങ്ങൾ കൊടുക്കുക, അനാഥാശ്രമത്തിൽ സഹായിക്കുക, അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഏറ്റവും കൂടുതൽ പുണ്യ കാര്യമാണ്. പക്ഷേ അതിൻ്റെ തുക അവിടെയുള്ള ഭാരവാഹികളുടെ കയ്യിൽ കൊടുക്കുക. നമ്മളിങ്ങനെ പോയി ആഘോഷിക്കുമ്പോൾ ആ മക്കളൊന്ന് സങ്കടപ്പെട്ടു പോകും. കാരണം ഞങ്ങൾക്കാരും ഇല്ലാതായി പോയല്ലോ എന്ന് ചിന്തിച്ചു. കാരണം അത് വല്ലാതെ എനിക്ക് വല്ലാത്തൊരു വിഷമം. ആ മക്കളൊക്കെ കൈകെട്ടി ആ നിൽക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ വല്ലാതൊരു വിഷമം ഫീൽ ചെയ്തൊരു വീഡിയോ ആയിരുന്നു.